ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കർണാടക ഉടുപ്പി ഹെബ്രി വനമേഖലയിൽ നക്സൽ വിരുദ്ധ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന 4 പേർക്കായി തിരച്ചിൽ. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ഉടുപ്പി ജില്ലയിലെ കാർക്കളയിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റ് കമാൻഡറായ വിക്രം ഗൌഡ കൊല്ലപ്പെടുന്നത്. പ്രദേശത്ത് നിരന്തരമായി മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ട സാഹചര്യത്തിൽ പോലീസും കർണാടക പോലീസും ആന്റി നക്സൽ ഫോഴ്സും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത തെരച്ചിലാണ് ഒരു അഞ്ചംഗ സംഘം അടങ്ങുന്ന ഒരു മാവോയിസ്റ്റ് ഗ്യാങ്ങിനെ കണ്ടെത്തുകയും ഒരു ഏറ്റുമുട്ടലിൽ അതിൽ പ്രധാനമായി ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് നേതാവായ വിക്രം ഗൌഡ കൊല്ലപ്പെടുന്നത്. ഈ മാവോയിസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻ മേധാവിയായ വിക്രം ഗൌഡ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് നേതാവും കൂടിയാണ്. അതായത് 2016 നിലമ്പൂരിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ഒരു രക്ഷപ്പെട്ട ആളും കൂടിയാണ് വിക്രം ഗൌഡ. അതേപോലെ തന്നെ കർണാടകയിൽ വിവിധ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രദേശത്ത് നിരന്തരമായി ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ കർണാടക പോലീസും ഒരു ആന്റി നക്സൽ സ്ക്വാഡ് നടത്തിയ ഒരു സംയുക്ത തെരച്ചിലാണ് ഇത് മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തുന്നതും അതിലൂടെയാണ് വിക്രം ഗൌഡ കൊല്ലപ്പെടുന്നതും. സമീപത്തായി നിരന്തരമായി കാണുന്ന കർണാടകയിലെ വിവിധ ജില്ലകളിൽ കാണപ്പെടുന്ന മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ സാഹചര്യത്തിൽ കർണാടക പോലീസ് നടത്തിയ ഒരു സംയുക്തമായ തെരച്ചിലാണ് വിക്രം ഗൌഡ കൊല്ലപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ഒരു സംയുക്ത തെരച്ചിലൂടെ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കർണാടക പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആതിര സിയാസ്. രാജേഷ്, ഒപ്പമുണ്ടായിരുന്ന 4 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ 5 അംഗ സംഘം അടങ്ങുന്ന ഒരു മാവോയിസ്റ്റ് ഗ്യാങ്ങിനെയാണ് ഇപ്പോൾ കർണാടക പോലീസ് കണ്ടെത്തിയത്. അതിൽ ഏറ്റുമുട്ടലിൽ ആകെ കൊല്ലപ്പെട്ടത് പ്രധാന മാവോയിസ്റ്റ് നേതാവായ വിക്രം ഗൌഡയാണ്. ഈ 5 അംഗ സംഘത്തിൽ 4 അംഗ സംഘം കാട്ടിലേക്ക് രക്ഷപ്പെട്ടതായാണ് കർണാടക പോലീസ് പറയുന്നത്. ഇവർക്കായി ഒരു സംയുക്ത തിരച്ചിൽ ആരംഭിച്ചതായും കർണാടക പോലീസും ആന്റി നക്സൽ സ്ക്വാഡും വ്യക്തമാക്കിയിട്ടുണ്ട്. ആതിര. ശരി രാജേഷ്. ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കർണാടക ഉടുപ്പി ഹെബ്രി വനമേഖലയിൽ നക്സൽ വിരുദ്ധ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന 4 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രാജേഷ്.